ഹലോ എവരിവൺ, വെൽക്കം ടു iPlus. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള IEO എക്സാമിൻ്റെ ഇലക്ട്രിക്കൽ ചോദ്യങ്ങളായിരുന്നു അല്ലേ? യെസ്, അതിൻ്റെ ആദ്യ 10 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയുള്ള ഏകദേശം 9ഓളം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ തുടങ്ങിയാലോ? യെസ്. അപ്പോൾ 11ാമത്തെ ചോദ്യം, ദി ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് സാധാരണ ഏത് റേറ്റിംഗിലാണ് എക്സ്പ്രസ് ചെയ്യുക അല്ലേ? വോൾട്ട്, ആംപിയർ, കിലോ വാട്ട്, കിലോ വോൾട്ട്, ആംപിയർ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി KVA ആണ്. നമ്മൾ സാധാരണയായിട്ട് ട്രാൻസ്ഫോമേഴ്സ് റേറ്റ് ചെയ്യുക KVA അല്ലെങ്കിൽ MVAയിലാണ് റേറ്റ് ചെയ്യുക അല്ലേ? എന്താണ് ഈ വോൾട്ട് ആംപിയറിൻ്റെ പ്രത്യേകത? എന്താ? അത് അപ്പാരൻറ്റ് പവറാണ് അല്ലേ? അപ്പാരൻ്റ് പവറാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പവർ നമ്മൾ പറയുന്നുണ്ട്. സോ സാധാരണയായിട്ട് ട്രാൻസ്ഫോമേഴ്സൊക്കെ നമ്മൾ റേറ്റ് ചെയ്യുക ഈ അപ്പാരൻ്റ് പവറിലാണ്, അതായത് വോൾട്ട് ആംപിയറിലാണ് റേറ്റ് ചെയ്യുക. സോ KVA റേറ്റിംഗ് നമ്മൾ പറയാറുണ്ട്, അതേപോലെ MVA റേറ്റിംഗ് പറയാറുണ്ട് അല്ലേ? യെസ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Then next question, Buchholz relay gives warning and protection against. Okay, Buchholz relay ഏതിന് എതിരെയാണ് വാർണിംഗും പ്രൊട്ടക്ഷനും ഒക്കെ നൽകുന്നതെന്നാണ് ചോദ്യം. ഫോൾട്ട് ഇൻസൈഡ് എ ട്രാൻസ്ഫോമർ, ഫോൾട്ട് ഔട്ട്സൈഡ് എ ട്രാൻസ്ഫോമർ, ഫോർ ബോത്ത് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്, ദെൻ നൺ ഓഫ് ദി അബോവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ട്രാൻസ്ഫോമർ, അതേപോലെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷൻ. നമ്മൾ സാധാരണയായിട്ട് ബക്കോൾസ് റിലേ പറയുന്നത് ഏത് ട്രാൻസ്ഫോമേഴ്സിലാണ്? യെസ്, ഒരു 500 KVA എബോവിലൊക്കെ വരുന്ന ഹൈ റേറ്റിങ്ങിലുള്ള ഓയിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലേ, ഓയിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ കൂളിംഗ് ഉള്ള ട്രാൻസ്ഫോമേഴ്സിൽ മാത്രമുള്ള ഒരു ഇന്റേണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നൽകിയിട്ടുള്ള ഒരു റിലേ ആണ് ബക്കോൾസ് റിലേ. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ഈ ബക്കോൾസ് റിലേ ഇന്റേണൽ പ്രൊട്ടക്ഷനിൽ നിന്നും മാത്രമാണ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക. സോ ഫോൾട്ട് ഇൻസൈഡ് എ ട്രാൻസ്ഫോമർ, ഇപ്പം ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് എന്തെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായാലോ, അതിൻ്റെ ഇൻസുലേഷനിൽ ഇഷ്യൂ ഉണ്ടായാലോ അല്ലേ, അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ബക്കോൾസ് റിലേ ഓപ്പറേറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റേർണലി ഒക്കർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു റിലേ ആണ് ബക്കോൾസ് റിലേ എന്ന് പറയുന്നത്. അത് ഓയിൽ കൂളിംഗ് ഉള്ള ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കൂടാതെ ഹൈ റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമേഴ്സിൽ ആണ് സാധാരണ ബക്കോൾസ് റിലേ ഉണ്ടാവുക. ഇപ്പം ചെറിയ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 100 KVA ഒക്കെയാണ് റേറ്റിംഗ് എങ്കിൽ നമ്മൾ സാധാരണ വീടിനകത്തൊക്കെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ചെറിയ റേറ്റിംഗ് ആയിരിക്കും അല്ലേ, അതിലൊന്നും ഈ ബക്കോൾസ് റിലേ ഉണ്ടാവുകയില്ല. ദെൻ റേറ്റിംഗ് കൂടിയ ട്രാൻസ്ഫോമേഴ്സിൽ നമുക്ക് ഈ ബക്കോൾസ് റിലേ കാണാൻ വേണ്ടി പറ്റും. അത് ഇൻസൈഡ് ഫോൾട്ടുകൾക്ക് മാത്രമാണ് പ്രൊട്ടക്ഷൻ നൽകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. ദി റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ഈസ് ലീസ്റ്റ് ഇൻ. ഓക്കെ, താഴെ പറയുന്ന ഏത് മോട്ടോറിലാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് ടോർക്ക് ഏറ്റവും കുറവായിട്ടുള്ളത്? ഓക്കെ, നമുക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതാണ്. ഏറ്റവും നല്ല മെത്തേഡ് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ഇതിൻ്റെ ആൻസർ പിക്ക് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കിയാലോ? ഷണ്ട് മോട്ടോർ, സീരീസ് മോട്ടോർ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ അല്ലേ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷണ്ട് മോട്ടോഴ്സ് എന്താണ്? സാധാരണ കോൺസ്റ്റൻറ്റ് ടോർക്ക് അല്ലേ, ടോർക്ക് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടോഴ്സാണ് ഷണ്ട് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? സ്റ്റാർട്ടിംഗ് ടോർക്ക് ബൈ ഫുൾ ലോഡ് ടോർക്ക് ലീസ്റ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലേ, സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഫുൾ ലോഡ് ടോർക്ക് അല്ലെങ്കിൽ ഫുൾ ലോഡ് ടോർക്ക് ആയിട്ട് വരുന്ന ഒരു കേസ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലേ. റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ലീസ്റ്റ് ആവണം അല്ലേ. പക്ഷേ ഷണ്ട് മോട്ടോറിൻ്റെ കേസിൽ നമ്മൾ പറയാം ഒരു കോൺസ്റ്റൻറ്റ് ടോർക്ക്. സോ ഷണ്ട് മോട്ടോർ നമ്മൾ സാധാരണയായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ടോർക്ക് മോട്ടോറൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ നമുക്ക് ഷണ്ട് മോട്ടോർ നമുക്ക് ഒഴിവാക്കാം. ദെൻ സീരീസ് മോട്ടോർ പറയുന്ന സമയത്ത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്നുള്ളതാണ് ഒരു സീരീസ് മോട്ടോറിൻ്റെ പ്രത്യേകത അല്ലേ. യെസ്, സ്റ്റാർട്ടിംഗ് ടൈമിൽ അതിൻ്റെ ടോർക്ക് വളരെ കൂടുതലായിരിക്കും. സോ സീരീസ് മോട്ടോർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഡിഫറൻഷ്യൽ കോമ്പൗണ്ടും ഉണ്ട്, ക്യുമുലേറ്റീവ് കോമ്പൗണ്ടും ഉണ്ട്. സോ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടോർ തന്നെയാണ്. സോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ ആയതുകൊണ്ട് നമുക്ക് അതിനെയും എലിമിനേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറാണ് നമുക്കിവിടെ ആൻസറായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക.
നമ്മളിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലേ, എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക? യെസ്, ഇപ്പോൾ ടോർക്കും ലോഡ് കറണ്ടും ഒക്കെയുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ ടോർക്ക് എടുത്തിട്ട് വൈ ആക്സിസിൽ വരച്ചു. ദെൻ ലോഡ് കറണ്ടിനെ ഞാൻ IL എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഏകദേശം എങ്ങനെ ഉണ്ടാവുക? അതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവില്ല, ഇൻക്രീസ് ചെയ്ത് അതിങ്ങനെ സാച്ചുറേറ്റ് ആവുന്ന രീതിയിൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ലീസ്റ്റ് ആയിട്ട് വരുന്നത് എവിടെയായിരിക്കും? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോറിലായിരിക്കും. സോ ദി ബെസ്റ്റ് ആൻസർ യു ക്യാൻ സെലക്ട് ഈസ് ഓപ്ഷൻ സി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ നെക്സ്റ്റ് വൺ, സാലിയൻ പോൾ ആൾട്ടർനേറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഓൺ. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് സാലിയൻ പോൾ ആൾട്ടർനേറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുക? രണ്ട് ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റേഴ്സ് ആണല്ലോ നമ്മൾ മെയിനായിട്ട് പറയാം. ഒന്ന് സാലിയൻ പോൾ, അത് പ്രൊജക്റ്റിംഗ് പോൾ എന്ന് പറയും അല്ലേ. ദെൻ സ്മൂത്ത് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റർ ഉണ്ട്. സോ സാലിയൻ പോളിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? കറക്റ്റാണ്. നമ്മൾ സാധാരണയായിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? സാലിയൻ പോള് ആൾട്ടർനേറ്റേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത, അത് ലോ സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മീഡിയം സ്പീഡിൽ. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം അതിൻ്റെ പോൾസ് ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിരിക്കും, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഓപ്പറേഷൻ അതിന് കുറേയധികം ഡിസഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസസ് കൂടുതലായിരിക്കും, അതിന് ഇംബാലൻസ് വരും, ഹൈ സ്പീഡ് റൊട്ടേഷൻ അത് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് എവിടെ? നമ്മുടെ സാലിയൻ പോൾ ആൾട്ടർനേറ്റേഴ്സ് ഹൈ സ്പീഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. സോ അതിൻ്റെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലോ സ്പീഡ് ആസ് വെൽ ആസ് മീഡിയം സ്പീഡ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആൻസർ ഇപ്പം മീഡിയം സ്പീഡ്, ലോ സ്പീഡ്, ഹൈ സ്പീഡ് എന്ന് മാത്രമാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻസർ ലോ സ്പീഡ് പ്രൈം മൂവർ ഓൺലി എന്നാണ്. സപ്പോസ് ലോ ആൻഡ് മീഡിയം സ്പീഡ് പ്രൈം മൂവർ എന്ന് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പിക്ക് ചെയ്യണം കേട്ടോ. സോ സാലിയൻ പോളാണ് തന്നതെങ്കിൽ ചോദിച്ചെങ്കിൽ ലോ ആൻഡ് മീഡിയം സ്പീഡ് പ്രൈം മൂവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പിക്ക് ചെയ്യണം. കാരണം നമുക്ക് എന്ത് ചെയ്യാം, ലോ സ്പീഡിലും മീഡിയം സ്പീഡിലും നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഹൈ സ്പീഡിൽ ഏതാ യൂസ് ചെയ്യുന്നുണ്ടാവുക? അത് സിലിണ്ട്രിക്കൽ ടൈപ്പാണ് അല്ലേ, സ്മൂത്ത് സിലിണ്ട്രിക്കൽ ടൈപ്പാണ് ഹൈ സ്പീഡിൽ യൂസ് ചെയ്യുക. സോ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, ദി മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഷോർട്ട് പിച്ച് വൈൻഡിങ് ഇൻ ആൾട്ടർനേറ്റേഴ്സ് ഈസ് ദാറ്റ്. നമ്മൾ സാധാരണയായിട്ട് വൈൻഡിങ് അല്ലേ, വൈൻഡിങ് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് പിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഫുൾ പിച്ചിലായിരിക്കും ഉണ്ടാവുക. മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ഷോർട്ട് പിച്ച് ചെയ്യും. അതിന് ഇഷ്ടം പോലെ അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ടല്ലേ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? യെസ്, ഹാർമോണിക് EMFകളെ അത് റെഡ്യൂസ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഹാർമോണിക്സ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ദെൻ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ വേണ്ടി പറ്റും. ദെൻ ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടക്ടർ എന്ത് ചെയ്യും, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ കൂളിങ്ങിന് ചെയ്യും. സോ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ആൾട്ടർനേറ്റേഴ്സിൽ എപ്പോഴും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഇഷ്യൂസ് ഉണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഇഷ്യൂ? യെസ്, അത് റെഡ്യൂസസ് ദി ടോട്ടൽ വോൾട്ടേജ് അറൌണ്ട് ദി ആർമേച്ചർ കോയിൽ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ദി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസിങ് എ ഷോർട്ട് പിച്ച് വൈൻഡിങ് ദി ടോട്ടൽ വോൾട്ടേജ് അറൌണ്ട് ദി കോയിൽ ഈസ് സംവാട്ട് റെഡ്യൂസ്ഡ്. സോ ഓപ്ഷൻ എന്താ? റെഡ്യൂസസ് ഹാർമോണിക്സ് ഇൻ ദി ജനറേറ്റഡ് വോൾട്ടേജ്. അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ, ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ പ്രൊഡ്യൂസസ് അസിമെട്രി ഇൻ ദി 3 ഫേസ് വൈൻഡിങ് അല്ല. ഇൻക്രീസസ് കോപ്പർ ഓഫ് എൻഡ് കണക്ഷൻസ് അല്ല, കോപ്പറൊക്കെ കുറയും കേട്ടോ. നമ്മൾ ഷോർട്ട് പിച്ച് ചെയ്യുന്ന സമയത്ത് കോപ്പർ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നാണ് ടോട്ടൽ വോൾട്ടേജ് അറൌണ്ട് ദി ആർമേച്ചർ കോയിൽ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് വൺ, ദി കറണ്ട് ഇൻ എ 5 മൈക്രോ ഹെൻറി ഇൻഡക്ടർ ഈസ് ഗിവൺ ബൈ 6T + 3 ആംപിയർ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ് അറ്റ് t = 3 സെക്കൻഡ്? ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ് അല്ലേ. എന്താണ് ഒരു ഇൻഡക്ടറിലെ ദി കറണ്ട് ഇൻ എ 5 മൈക്രോ ഹെൻറി ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടറിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി അല്ലേ, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. ദെൻ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, തന്ന വാല്യൂസ് ആദ്യം എഴുതി നോക്കാം. സോ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ L = 5 മൈക്രോ ഹെൻറി. ദെൻ കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് തന്നു, അത് എത്രയാ? 6T + 3 കേട്ടോ, 6T + 3. ദെൻ ടൈം = 3 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള ഇൻഡക്ടർ വോൾട്ടേജ് ചോദിച്ചു. ഓക്കെ, VL ആണ് ചോദിച്ചത്. സോ VL എങ്ങനെയാണ് പിടിക്കുക? വളരെ എളുപ്പമാണ്. നമുക്ക് ഇൻഡക്റ്റൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്
എൽ ഇൻറ്റു ഡി ഐ ബൈ ടി ടി അല്ലേ, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പം ഐ തന്നിട്ടുണ്ട്, നിങ്ങൾ ഡി ഐ ബൈ ഡി ടി കണ്ടുപിടിച്ചേ. ഓക്കെ, ഡി ഐ ബൈ ഡി ടി. സോ ഞാൻ ഡി ഐ ബൈ ഡി ടി കണ്ടുപിടിക്കുകയാണ്. ഡി ബൈ ഡി ടി ഓഫ്, ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് 6t പ്ലസ് 3 ചെയ്തേ. ഡെറിവേറ്റീവ് ഓഫ് 6t എന്താ, അത് 6 ആണ്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്താ, അത് 0 ആണ്. സോ എനിക്ക് കിട്ടി 6 എന്ന് കിട്ടി. ഇനി ഡി ഐ ബൈ ഡി ടി, ഈ 6 എന്നുള്ള വാല്യൂവിന് നിങ്ങൾ ടൈം ഈസ് ഈക്വൽ ടു 3 കൊടുത്തേ. ടൈം ഈക്വൽ ടു 3 കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇവിടെ ടിയുടെ വേരിയബിൾസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഡി ഐ ബൈ ഡി ടി എത്രയാണ്, 6 മാത്രമാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എൽ എത്രയാ, എൽ 5 മൈക്രോ ഹെൻറി ആണ് അല്ലേ. 5 മൈക്രോ ഹെൻറി ഇൻറ്റു 6, ആൻസർ എത്രയാ, 5 ഇൻറ്റു 6 30 വോൾട്ടേജ് ആയതുകൊണ്ട് മൈക്രോ വോൾട്ട്, 30 മൈക്രോ വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ മനസ്സിലാക്കുക, മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 വരും. സോ 30 ഇൻറ്റു 10⁻⁻6 ദാറ്റ് മച്ച് ഓഫ് വോൾട്ടേജ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കൺസെപ്റ്റ് ഇവിടെ അറിയേണ്ടതായിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യം, ഈ ടി ഈസ് ഈക്വൽ ടു 3 ഡയറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയല്ല വേണ്ടത്. എന്താണ് വോൾട്ടേജ് എന്ന് പറയുന്നത്, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. നിങ്ങളിവിടെ ടൈം നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് വി സി ഈക്വൽ ടു എൽ ഇൻറ്റു ഐ, ഈ രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആൻസർ തെറ്റും. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഈ കറണ്ടിനെ, തന്ന കറണ്ടിനെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൽ ടി ഉണ്ടെങ്കിൽ മാത്രം ഈ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് പോവാം. വെൻ ദി ചാർജ് ഓൺ എ കപ്പാസിറ്റർ ഈസ് ഡബിൾഡ് ദി എനർജി സ്റ്റോർഡ്. ഓക്കെ, ഒരു കപ്പാസിറ്ററിലെ ചാർജ് എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു. ഓക്കെ, ഡബിളായി, 2 മടങ്ങായി. അങ്ങനെയാണെങ്കിൽ എനർജിക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവും? നോക്കിയാലോ, നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ, എനർജിയുടെ ഇക്വേഷൻ, എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. നമുക്ക് വേറെ ഇക്വേഷൻ അറിയാം, ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്നറിയാം അല്ലേ. ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്ന് നിങ്ങൾക്ക് അറിയാം. ദെൻ ഈ എനർജിയുടെ ഇക്വേഷൻ ക്യൂവിൻ്റെ ടേംസിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? എനർജി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c അല്ലേ. ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. എന്തുകൊണ്ടാ? ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, അത് സി സ്ക്വയർ വി സ്ക്വയർ. അത് ഡിവൈഡ് ബൈ സി ചെയ്ത് കഴിഞ്ഞാൽ സി വി സ്ക്വയർ, ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് സി വി സ്ക്വയർ. സോ എനർജിയുടെ വേറൊരു ഇക്വേഷനാണ് എനർജി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം എന്താ, ചാർജ് ഓൺ എ കപ്പാസിറ്റർ ഈസ് ഡബിൾഡ് അല്ലേ. ക്യൂ ആണ് ഡബിൾ ചെയ്തത്. സോ ആദ്യം നിങ്ങളുടെ ചാർജ് ക്യൂ ആണ്, അപ്പോഴുള്ള എനർജി എന്താണ്, ഹാഫ് സി വി സ്ക്വയർ അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ ബൈ 2c. സെക്കൻഡ് കേസിൽ എന്ത് ചെയ്യുന്നു, ഈ ചാർജ് ഡബിളായ ക്യൂവിന് പകരം 2q ആയി. സോ 2q ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2c എന്തായി, 4q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ഈ ക്യൂ സ്ക്വയർ ബൈ 2c എനിക്ക് എന്ത് പറയാം, E1 എന്ന് പറയാം അല്ലേ. സോ 4 ഇൻറ്റു E1 എന്ന് പറയാം. എന്ത് സംഭവിച്ചു, 4 മടങ്ങായി അല്ലേ, ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 4. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 4 ടൈംസ് ആയി. അതെന്തുകൊണ്ടാണ് 4 ടൈംസ് ആയേ? ബിക്കോസ് ക്യൂ ആണ് ഡബിൾ ആവുന്നത്, ക്യൂവിൻ്റെ പവറാണ് E1ന് പ്രൊപ്പോർഷണൽ അല്ലേ. അതുകൊണ്ട് തന്നെ 4 മടങ്ങായിട്ട് മാറും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോവാം. വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഒരു പി എൻ ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദി ജംഗ്ഷൻ. ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് അവേ ഫ്രം ദി ജംഗ്ഷൻ. മൂവ്മെന്റ് ഓഫ് ഹോൾ ആൻഡ് ഇലക്ട്രോൺസ് ആർ സീസ്ഡ്. വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൺ ഡിക്രീസസ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. റിവേഴ്സ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് വർക്ക് ചെയ്യുക കേട്ടോ. ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് വർക്ക് ചെയ്യുക. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ടാവുക, വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ അവിടെ കൂടുകയാണ് ചെയ്യുക. സോ ഇവനല്ല. ഓക്കെ, വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ കൂടുകയാണ് ചെയ്യുക. ദെൻ ഹോൾ ആൻഡ് ഇലക്ട്രോൺ മൂവ് അവേ ഫ്രം ദി ജംഗ്ഷൻ. യെസ്, കറക്റ്റാണ്. നമ്മുടെ പി ലെയറും ഉണ്ടാവും, ഓക്കെ, പിയും ഉണ്ടാവും, എന്നും ഉണ്ടാവും, അതിൻ്റെ നടുവിലായിട്ട് ഒരു ഡിപ്ലീഷൻ ലെയറും ഉണ്ടാവും കേട്ടോ.
ആ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് പരമാവധി കൂടുകയാണ് ചെയ്യുക. എന്തിൻ്റെ കേസിൽ? റിവേഴ്സ് ബയസിൻ്റെ കേസിൽ. സോ ഹോളും ഇലക്ട്രോൺസും എന്ത് ചെയ്യും? ഈ ജംഗ്ഷനിൽ നിന്നും ദൂരേക്ക് മാറിപ്പോവും. അതിൻ്റെ ഭാഗമായിട്ട് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ? മൂവ്മെൻറ്റ് ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സീസ്ഡ്. അല്ല, മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഹോൾസ് ആൻഡ് ഇലക്ട്രോൺ മൂവ് ടുവേർഡ്സ് ജംഗ്ഷൻ. അല്ല, ടുവേർഡ്സ് അല്ല മൂവ് ചെയ്യുക, എവേ ആണ് മൂവ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദി സർക്യൂട്ട് ഗിവൺ ബിലോ C1 ഈസ് ഈക്വൽ ടു 3 ഫാരഡ്. ഓക്കെ, C1 എത്രയാ? 3 ഫാരഡ് ആണ്. C2 എത്രയാ? 6 ഫാരഡ്. 6 ഫാരഡ്. V1 4 വോൾട്ട്. ഇതല്ലേ V1? അത് 4 വോൾട്ട് ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് V. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ വിചാരിക്കും ഭയങ്കര ടഫ് സാധനമാണെന്ന്. പക്ഷെ നിങ്ങൾ നോക്കി, ഇത് വളരെ സിമ്പിളാണ്. ഇതൊരു സീരീസ് കണക്ഷൻ അല്ലേ? ഒരു സീരീസ് കണക്ഷനിൽ നമുക്കറിയാം കറണ്ട് ആയിരിക്കും സെയിം അല്ലേ? ഈ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ സെയിം ആയിരിക്കും. സോ ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ഈ ഒരു സർക്യൂട്ടിൽ മനസ്സിലാക്കുക, ഇവിടെയുള്ള ചാർജ് സെയിം ആയിരിക്കും കേട്ടോ. സെയിം ചാർജ് ആയിരിക്കും ഈ രണ്ട് കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ചാർജിൻ്റെ ഇക്വേഷൻ എന്താ? Q ഇസ് ഈക്വൽ ടു CV ആണ് നമുക്കറിയാം. അപ്പോൾ സെയിം ചാർജ് വരണമെങ്കിൽ ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂടിയാൽ അതിൻ്റെ വോൾട്ടേജ് കുറയണം അല്ലേ? കപ്പാസിറ്റൻസ് വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കുറയണം. എന്നാൽ മാത്രമല്ലേ ആ ഒരു കോൺസ്റ്റൻറ്റ് ചാർജ് നിലനിർത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. നിങ്ങൾ നോക്കിയേ, ഈ കേസിൽ കപ്പാസിറ്റൻസ് വാല്യൂ 3 ഫാരഡ് ആണ്. വോൾട്ടേജോ 4 വോൾട്ടാണ് അല്ലേ? യെസ്. ഇവിടെ നോക്കിയേ, കപ്പാസിറ്റൻസ് വാല്യൂ 2 മടങ്ങായി. ഓക്കെ, 3 ഫാരഡിന് പകരം 6 ഫാരഡാണ് ഇവിടെയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ചാർജ് ചെയ്യുന്നത് ഏത് വോൾട്ടേജിലായിരിക്കും? നിങ്ങൾ പറഞ്ഞേ. ഓക്കെ, 3 ഫാരഡുള്ള കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് 4 വോൾട്ടേജിലാണ്. 6 ഫാരഡിലുള്ള കപ്പാസിറ്റർ ഏത് വോൾട്ടേജിലാണ് ചാർജ് ചെയ്യപ്പെടുക? ഇതിൻ്റെ ഇരട്ടിയാണോ? 8 വോൾട്ടാണോ? പറഞ്ഞേ, 8 വോൾട്ടാണോ? 8 വോൾട്ട് അല്ല അല്ലേ? 8 വോൾട്ടായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇരിക്കേഷൻ തെറ്റില്ലേ? കണ്ടോ, ഈ ഇരിക്കേഷൻ എന്താ? Q ഇസ് ഈക്വൽ ടു CV ആണ്. സോ കോൺസ്റ്റന്റ് Q വരണമെങ്കിൽ, ഒരു സെയിം Q വരണമെങ്കിൽ നമ്മുടെ കപ്പാസിറ്റൻസ് വാല്യൂ കൂടുന്ന സമയത്ത് വോൾട്ടേജ് അതിന് ആനുപാതികമായി കുറയണം. സോ ഇവിടെ കപ്പാസിറ്റൻസ് വാല്യൂ ഡബിൾ ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് വാല്യൂ എന്ത് ചെയ്യണം? ഹാഫ് ആവണം അല്ലേ? യെസ്, വോൾട്ടേജ് വാല്യൂ ഹാഫ് ആവണം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. സോ ഇവിടുത്തെ വോൾട്ടേജ് 2 വോൾട്ട് ആയിരിക്കും. ഈ കപ്പാസിറ്റർ C2 അക്രോസ് ഉള്ള വോൾട്ടേജ് 2 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണ് പറഞ്ഞേ? ഇതാ, ഇവരുടെ രണ്ടുപേരുടെയും വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? നമ്മുടെ ഈ സപ്ലൈ വോൾട്ടേജ് അല്ലേ? സോ 4 2 കൂട്ടിയിട്ട് 6 വോൾട്ട് ആയിരിക്കും നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. കണ്ടോ, ഈ രീതിയിലാണ് ആൻസർ നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അല്ലാതെയും ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ചാർജ് Q ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഈ 2 കപ്പാസിറ്ററിൻ്റെയും സീരീസ് കണക്ഷൻ വെച്ചിട്ട് അതിൻ്റെ C എഫക്റ്റീവ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ലേ? യെസ്. സോ ഓപ്ഷൻ ഡി 6 വോൾട്ട് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള 19 ഇലക്ട്രിക്കൽ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു? അതിൻ്റെ ടഫ്നെസ് ലെവലൊക്കെ ഓക്കെ ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള, ഒരു ഇലക്ട്രിക്കൽ ടെക്നിക്കൽ എക്സാമിന് ചോദിക്കാനുള്ള അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. സോ ബാക്കിയുള്ള വീഡിയോസുമായിട്ട് നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്